നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മളാദ്യം യെല്ലോയിലാണ് തുടങ്ങുന്നത്. ടോപ്പിൽ യെല്ലോ, ഇവിടെ ഈ 4 ഭാഗത്ത് യെല്ലോ കൊണ്ടുവരണം, ഈ 4 ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്യൂബ് പല രീതിയിൽ മറിച്ച് നോക്കിയിട്ട് എവിടെയാണ് യെല്ലോ ഇരിക്കുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ അതേ ഇവിടെ യെല്ലോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ യെല്ലോടെ ഈ യെല്ലോ ഭാഗത്തിൻ്റെ ഈ ഭാഗത്ത് 4 പീസിൽ യെല്ലോ കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. ഇനി ഈ നീലയ്ക്ക് യെല്ലോ കൊണ്ടുവരണം. അപ്പോൾ യെല്ലോ ഭാഗമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മൾ 3x3 അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യെല്ലോ കൊണ്ടുവരണം, ഈ 4 ഭാഗത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ യെല്ലോ എവിടെ ഇരിക്കണം നോക്കാം ആദ്യം. യെല്ലോ അപ്പോൾ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. യെല്ലോ ബാക്കിയുള്ള യെല്ലോ ഈ 2 പീസ് എവിടെ ഇരിക്കണം നോക്കാം, തിരിച്ചൊക്കെ നോക്കാം. ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ബാക്കി 2 യെല്ലോ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ലോജിക്ക് ഉണ്ട്, അത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിനെ ഇതിന് മുകളിലേക്ക്, ഈ യെല്ലോനെ മുകളിലേക്ക് മാറ്റണം. ഇതേ രീതിയിൽ ഈ ഇടത് സൈഡിൻ്റെ ഇടത് സൈഡിലേക്ക് കൊണ്ടുവരാം. ടോപ്പിലേക്കാണെങ്കിൽ നല്ല കാര്യമായി ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് യെല്ലോ ഇവിടെ ഇരിക്കുന്നത് ഇതിനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കൊണ്ടുവരാം. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് യെല്ലോനെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിനെ ഇതിൻ്റെ ഇടത് സൈഡിലേക്ക് മാറ്റി, ഇതിനെ അടുത്ത് മാറ്റി നമുക്ക് ഈ ഭാഗത്തിനെ 2 ഇപ്പോൾ നമ്മൾ ഈ RR എന്ന് പറയുന്ന ഭാഗമല്ലേ, ഒരു ക്യാപിറ്റൽ R സ്മോൾ R കൂട്ടുള്ള ഈ RR അതിന് മുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെങ്ങോട്ട് നമുക്ക് ഇറക്കാം. അപ്പോൾ യെല്ലോ ഇവിടെ വന്നു. ഇനി യെല്ലോ വന്നൊരു യെല്ലോ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിനെ കൂടി കൊണ്ടുവരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തിനെ ഇങ്ങനെ പിടിക്കണം. ഈ രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ കൊണ്ടുവരേണ്ട യെല്ലോ മുകളിലല്ലേ, അത് ഈ സൈഡിൽ ഇടത് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്തിന് നമ്മൾ 2 ഭാഗത്തിന് മുകളിലേക്ക് കൊണ്ടുപോവുക. റൈറ്റിലേക്ക് തിരിച്ച് കീഴ്പോട്ട് ഇറക്കുക. ഈ യെല്ലോ ഇവിടെ വന്നു. ഇത് നമുക്ക് 1-2 ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ യെല്ലോ ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വൈറ്റ് കൊണ്ടുവരണം. അപ്പോൾ വൈറ്റ് ഇവിടെ ഇല്ല, ഓപ്പോസിറ്റ് സൈഡ് തന്നെ വൈറ്റ് വേണം. അപ്പോൾ നമുക്ക് വൈറ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. വൈറ്റ് എവിടെയൊക്കെ ഇരിക്കണം നോക്കാം. വൈറ്റ് എവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇനി നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ RR ഈ 2 ഭാഗത്തിനെ നമ്മൾ വൈറ്റ് മുകളിലുണ്ട്, ഈ 2 ഭാഗത്തിനെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് കീഴ്പോട്ട് നമുക്ക് ഇറക്കാം. അപ്പോൾ ഇവിടെ വെള്ള കൊണ്ടുവന്നു. ഇവിടെയാണ് നീല നമ്മൾ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വൈറ്റ് വേണം, എന്നാലാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ഇവിടെ യെല്ലോ നമ്മൾ 4 പീസ് കൊണ്ടുവന്നു. ഇതേ ഇവിടെ വെള്ളയുണ്ട്. ഇനി വെള്ള ബാക്കി എവിടേക്ക് ഇരിക്കണം നമുക്ക് തിരിച്ച് നോക്കാം. ഇവിടെ യെല്ലോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ യെല്ലോനെ ഈ ഇടത് സൈഡിലേക്ക് കൊണ്ടുവരണം. ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് മുകളിൽ ഇവിടെ ഈ വെള്ളയെ നമുക്ക് അടിയിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ ഇതിനെ റൈറ്റിലേക്ക് തിരിച്ച് ഒടിക്ക് കൊണ്ടുവരാം. അപ്പോൾ ഒടിക്ക് കൊണ്ടുവന്നു. ഇനി ഒരു പീസും കൂടി വെള്ളം മുകളിലിരിക്കുന്നുണ്ട്, അതിനെ ഈ ഇടത് ഭാഗത്തേക്ക് ആദ്യം കൊണ്ടുവരണം. ഇടത് ഭാഗത്ത് കൊണ്ടുവന്നു. ഇതിനെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഇരുത്തണം. നമ്മളെന്ത് ചെയ്യണം, ഇങ്ങോട്ട് തിരിച്ച് ഇതിനെ കീഴ്പോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഇവിടെ വെള്ളം വന്നു. ഇവിടെ ഓൾറെഡി മഞ്ഞ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വെള്ളം കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇവിടെ നീല കൊണ്ടുവരണം. ഇതിൻ്റെ റൈറ്റ് സൈഡ് റെഡ് ആയിരിക്കണം, ഈ സൈഡ് ഓറഞ്ച് ആയിരിക്കണം, ഈ നീലയുടെ ഓപ്പോസിറ്റ് സൈഡ് ബാക്ക് ഗ്രീൻ ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ നമുക്കിനി ഇവിടെ നീല സെറ്റ് ചെയ്യണം. ഈ 4 പീസ് അതിലിപ്പോൾ ഇവിടെ ഒരു എണ്ണം ഉണ്ട്, അതിന് ഈ ഭാഗത്തേക്ക് മാറ്റണം ആദ്യം. ഈ ഇടത് ഭാഗത്തേക്ക് മാറ്റിയിട്ട് നീലനെ എവിടേക്ക് ഇരിക്കണം നോക്കാം. നീല ഒരെണ്ണം മുകളിലുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഈ സൈഡിനെ ഈ ഭാഗത്തേക്ക് ഇടത് മാറ്റിയിട്ട് മുകളിലുള്ള നീല ഈ ഇടത് സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇടത് സൈഡിൽ തന്നെ ഇരിക്കേണ്ടത് നമ്മൾ ഈ RR ഈ 2 ഭാഗത്തിന് മുകളിലേക്ക് തിരിച്ചു. നീലേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബാക്കിലേക്ക് നമ്മൾ കീഴ്പോട്ട് ഇറക്കി. അപ്പോൾ നീല ഇവിടെ വന്നു. ഇനി നീലേനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അത് മുകളിൽ നീല ഇവിടെ ഈ മുകളിലില്ല. അപ്പോൾ നമുക്ക് നോക്കി ഇനി എവിടെയൊക്കെ നീല ഇരിക്കുന്നു നോക്കാം. നമുക്ക് നീല ഇവിടെ ഇല്ല. അപ്പോൾ നീല ഇരിക്കുന്നത് ബാക്കിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ നീലേനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ആദ്യം
ഇട സൈഡിൽ കൊണ്ടുവന്ന് ബാക്കിൽ നീല എവിടെ ഇരിക്കുന്നു നോക്കാം. ഈ സൈഡിലിരിക്കുന്നത് അതിന് നമ്മൾ ഈ ഇടത് സൈഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഭാഗത്തിനെ ആ നീലയിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇതിനെ നമ്മൾ റൈറ്റ് തിരിച്ച് റിവേഴ്സ് കൊണ്ടുവരിക. അപ്പോൾ നീല ഇവിടെ വന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ മഞ്ഞ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വെള്ള ഇവിടെ സെറ്റ് ചെയ്തു, നീല ഇവിടെ സെറ്റ് ചെയ്തു. നീലയുടെ ഓപ്പോസിറ്റ് ഈ സൈഡ് പച്ചയായിരിക്കണം. പച്ച ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ പച്ച എവിടെ ആദ്യം ഇരിക്കുന്നതൊക്കെ ബാക്കിയുള്ള പച്ചകളൊക്കെ ഇവിടെ വെള്ള സെറ്റ് ചെയ്തതാണ്. അവ 2 പച്ച അതേ മുകളിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ കൊണ്ടുവരേണ്ട ഭാഗത്തിനുള്ള പച്ചനെ നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റണം, ഇട സൈഡിലേക്ക്. ഇനി ഇവിടെ നിന്നാണ് ഈ പച്ച ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് ഇടത് ഭാഗത്തേക്ക് മാറ്റണം. ഇതൊക്കെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അത്ര കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് കീഴ്പോട്ട് ഇറക്കി കഴിഞ്ഞാൽ ആ പച്ച 4 അവിടെ വന്നു. നമുക്കറിയാം മഞ്ഞയുടെ ഓപ്പോസിറ്റ് സൈഡ് അടിയിൽ നമ്മൾ വെള്ള സെറ്റ് ചെയ്തു, മഞ്ഞയുടെ ഈ ഭാഗത്ത് നമ്മൾ നീല സെറ്റ് ചെയ്തു, നീലയുടെ ഓപ്പോസിറ്റ് സൈഡ് പച്ച സെറ്റ് ചെയ്തു. ഇനി ഈ ഭാഗത്ത് റെഡ് കൊണ്ടുവരണം. റെഡ് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ റെഡ് 3 ഉണ്ട്. അത് 3 ശരിക്കും കറക്റ്റ് തന്നെയാണ്. ഈ റെഡ് ബാക്കിയൊക്കെ അവിടെ ഇരിക്കുന്നത് നോക്കാം. റെഡ് ഓപ്പോസിറ്റ് സൈഡ് റെഡ് ഇരിക്കുന്നത് അത് ഈ ഭാഗത്ത് തന്നെ ഇരിക്കേണ്ടത് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾക്ക് 2 ഭാഗത്തിന് റൈറ്റിലേക്ക് തിരിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇത് ഇവിടെ റെഡായി. റെഡ് ഇവിടെ എല്ലാം ആയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മുടെ ഓറഞ്ച് സെറ്റായിട്ടുണ്ടാവും. നമുക്കറിയാം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്, ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്കറിയാം മഞ്ഞ സെറ്റ് ചെയ്തു, വെള്ള സെറ്റ് ചെയ്തു, മഞ്ഞ സെറ്റ് ചെയ്തു, വെള്ള സെറ്റ് ചെയ്തു. മഞ്ഞയ്ക്ക് നമ്മളിവിടെ നമുക്ക് അഭിമുഖമായിട്ട് നീല റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ റെഡ് ഉണ്ട് റൈറ്റ് സൈഡിൽ, ഇടത് സൈഡിൽ ഓറഞ്ച്, നീലയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഗ്രീൻ ഉണ്ട്. ഇതാണ് 2ാമത്തെ സ്റ്റെപ്പ്, നമ്മൾ 4x4 ക്യൂബ് സോൾവ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എഡ്ജുകൾ തമ്മിൽ ഒരേ രൂപത്തിലാക്കുക എന്നുള്ളത്. അതായത് നമ്മൾ 3x3 ഒരു സെൻറ്ററിൽ ഒരു എഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 എണ്ണം ഉണ്ട്, 2 പീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ റെഡും ഗ്രീൻ ആണെങ്കിൽ ഇവിടെ റെഡും ഗ്രീനും ഒരു പീസും കൂടി ഉണ്ടാവും. അതിവിടെ കൊണ്ടുവന്ന് അങ്ങനെ സെറ്റ് ചെയ്യലാണ് നെക്സ്റ്റ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഇടാം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പമായി പെട്ടെന്ന് 4x4 ക്യൂബ് സോൾവ് ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ.